ജിയോ ഫൈബർ വിഎസ് കേരള വിഷൻ ഫൈബർ ഏതാണ് മികച്ചത്? എല്ലാവരും പറയും ജിയോ ഫൈബർ, ചിലർ പറയും കേരള വിഷൻ ഫൈബർ. കാരണം വേറെ ഒന്നുമില്ല, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണക്ഷൻ കിട്ടും കേരള വിഷൻ്റെ. ഏറ്റവും എളുപ്പമാണ്, സിമ്പിളാണ്. നമ്മുടെ സർവീസ് പ്രൊവൈഡർ, അതായത് വീട്ടിൽ കേബിൾ ടി വി ഒക്കെ കേരള വിഷൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ ആണെങ്കിൽ അവരെ വിളിക്കുക, ചേട്ടാ വീട്ടിലേക്ക് ഒരു വൈഫൈ കണക്ഷൻ വേണമായിരുന്നു. ഓക്കെ, സെറ്റ്. നാളെ ഇപ്പോൾ ആൾ വരും. ഒരു 10-15 മിനിറ്റിനകം വെച്ച് അടുത്താണെങ്കിൽ, ദൂരെയാണെങ്കിൽ അടുത്താണെങ്കിൽ അവരൊന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. വലിയ പാടൊന്നുമില്ല. പക്ഷേ ജിയോയുടെ കണക്ഷൻ കിട്ടാനാണെങ്കിലോ ആദ്യം മൈ ജിയോയുടെ ആപ്പിൽ കയറണം. മൈ ജിയോ ആപ്പിൽ കയറി അതിനകത്ത് കയറി ജിയോ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുത്തി നമ്മുടെ ലൊക്കേഷനൊക്കെ അടിച്ചു കൊടുത്ത് നമ്മുടെ ലൊക്കേഷൻ ആക്സസിബിൾ ആണോ, അതായത് ജിയോ ഫൈബറിൻ്റെ സർവീസ് ആക്സസിബിൾ ആണോ എന്ന് അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു വിസിറ്റ് കാണും. അതായത് ഒരു സർവീസ് എഞ്ചിനീയറുടെ വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യത്തുള്ളൂ അവർ. സർവീസ് എഞ്ചിനീയർ ഒരു രാവിലെ വീട്ടിലേക്ക് വന്ന് നോക്കി, ചുറ്റുപാടുമൊക്കെ നോക്കി, ഓക്കെ സാർ തൊട്ടടുത്ത് പോളുണ്ട്, നമുക്ക് കണക്ഷൻ വലിക്കാം. അതായത് ഒരു 50 മിനിറ്റ് ഡിസ്റ്റൻസ് ഒക്കെയാണ് ഫ്രീ ആയിട്ട് കണക്ഷൻ വലിക്കുക. ഫ്രീ ആണ്, അതായത് 3 മാസത്തെ ചാർജ് നമ്മൾ ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ജിയോയുടെ സെറ്റ് ബോക്സും കണക്ഷനും എല്ലാം നമുക്ക് കിട്ടും. കേരള വിഷനെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് 500 രൂപയ്ക്ക് അവർ 100 MB/s കൊടുക്കുന്നുണ്ട്. ജിയോ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ജിയോയുടെ പ്ലാൻ, അതായത് 100 MB/s പ്ലാൻ വരുന്നത് ഏകദേശം GST കൂടെ ചേർത്ത് 822 രൂപയാണ്. നല്ലൊരു റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ആ റേറ്റ് ഡിഫറൻസിലാണ് ക്വാളിറ്റി മാറുന്നത്. എപ്പോഴും നമ്മൾ ലോ ക്വാളിറ്റി നോക്കി ചൈന പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വല്ലപ്പോഴൊക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും വാങ്ങാം നമുക്ക് ആവശ്യമുള്ള ടൈമിൽ. കേരള വിഷൻ പിന്നെ രാത്രി 8 മണി കഴിഞ്ഞാൽ കേരള വിഷൻ്റെ വൈഫൈ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ തട്ടിയൊക്കെ ഉണർത്തണം, 2 തട്ടൊക്കെ തട്ടാൻ നേരത്ത് എവിടെന്നെങ്കിലുമൊക്കെ സിഗ്നലൊക്കെ വന്നാൽ അല്ലെങ്കിൽ ഇരുന്ന് ഉറക്കുക, 2 ലൈറ്റും ബ്ലിങ്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ജിയോ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് അങ്ങനെയില്ല, പക്കയാണ്. പിന്നെ കേരള വിഷൻ്റെ സർവീസ്, ചേട്ടാ വൈഫൈ കിട്ടുന്നില്ല, നിങ്ങളെ വീട്ടിലെ കുഴപ്പമായിരിക്കും, നിങ്ങളുടെ വീട്ടിലെ കേബിളിൻ്റെയൊക്കെ കുഴപ്പമായിരിക്കും, അല്ല ഞങ്ങളെ ഭാഗത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ശരി, ആദ്യത്തെ തവണ കഴിഞ്ഞു. രണ്ടാം തവണ, ചേട്ടാ വൈഫൈക്ക് ഒട്ടും സ്പീഡില്ല. ആര് പറഞ്ഞു? ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കും, എനിക്ക് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. ചേട്ടൻ ഈ യൂട്യൂബിൽ കയറിയിരുന്ന് വീഡിയോ കാണാനുള്ള സ്പീഡ് കാണും. പക്ഷേ നമുക്കൊരു പടം ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 GB ഉള്ള ഫയല്, 4 GB ഉള്ള ഫയലില്ല, അത് ഈ വലിയ ഫയലുകൾ വരും. ചില ഗെയിമിൻ്റെയൊക്കെ ഫയലുണ്ട്, ബൈക്ക് സിറ്റിയോ GTA പോലുള്ള ഫയലുകളൊക്കെ നല്ല MB ഉള്ളതാണ്, നല്ല MB GB ഉള്ളതാണ്. ആ ഫയലൊക്കെ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെങ്കിൽ കേരള വിഷൻ വെച്ചുകൊണ്ട് 2-3 ദിവസം ഇരിക്കേണ്ടി വരും. പക്ഷെ ജിയോ ആണെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് കാര്യം സാധിച്ച് കിട്ടും. കാരണം അവർ തരുന്ന സ്പീഡ് ആൻഡ് റിലയബിലിറ്റി രണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ, കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് വൈഫൈ ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളിവിടെ പറയുന്ന വോയിസ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ നിന്ന് പറയുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വോയിസ് ഇവിടെ കിട്ടും. വീഡിയോ ഇങ്ങനെ ആയിരിക്കും. സെയിം അവസ്ഥയാണ് കേരള വിഷൻ്റെ ഫൈബർ. ഷോവാണ്. സർവീസിന് വിളിച്ചു പറഞ്ഞാൽ തന്നെ അവസാനം ഗതി കെട്ട് കട്ട് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ജിയോ ഫൈബർ വെച്ചു. ഇനി ശേഷം ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാമല്ലോ, അതെനക്ക് അവിടുന്ന് പറയുന്നത് എനിക്കും ഇതേനെ കേൾക്കാം. അതാണ് കേരള വിഷൻ VS ജിയോ ഫൈബറിൻ്റെ വ്യത്യാസം. സ്പീഡാണെങ്കിൽ പട്ടിശോകം കേരള വിഷന്, ആറ്റിറ്റ്യൂഡാണെങ്കിലോ അത് കൊമ്പത്ത് ആറ്റിറ്റ്യൂഡ്. അതേസമയം തിരിച്ചു നോക്കുകയാണെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി ആയതുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയണ്ട, സർവീസും പക്ക, എല്ലാം പക്ക. സർവീസൊക്കെ നമുക്ക് ഓൺലൈനായിട്ടാണ് ജിയോ ഫൈബറിൻ്റെ. അതായത് മൈ ജിയോ ആപ്പിൽ കയറി അവർ തന്നെ പറയും, സാർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ കണക്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സർവീസ് ടെക്നീഷ്യനെ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സർവീസ് ഹെൽപ്പ് നേടാം എന്ന് നമുക്ക് ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ അയക്കും. ദാറ്റ്സ് എ ബെറ്റർ. കേരള വിഷനെ സംബന്ധിച്ച് അതൊന്നും ഇല്ല. അതാണ് പറയുന്നത്, കേരള വിഷൻ ഈസ് വേസ്റ്റ്